അടുത്ത ക്വസ്റ്റ്യൻ, the probability of x, y and z becoming managers are 4/9, 2/9 and 1/3 respectively. The probability is that a bonus scheme will be introduced if x, y and z become managers are 3/10, 1/2 and 4/5 respectively. First question, what is the probability of introduction of the bonus scheme? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ബോണസ് സ്കീം ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ മാനേജർ അപ്പോയിന്റഡ് വാസ് സെറ്റ്? അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 ആളുകളെ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 ആളുകളെ മാനേജേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു അല്ലേ? അതിനുള്ള പ്രോബബിലിറ്റി, മാനേജേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സെഡ് മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ 2 സ്റ്റേജ് ഇവൻറ്റുകൾ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് അപ്പോയിൻമെൻ്റ് ആണ്. മാനേജറിനെ നമ്മൾ എന്ത് ചെയ്യാൻ വന്നത്, മാനേജേഴ്സായിട്ട് എക്സ് വൈ സെഡിനെ പിന്നെ സെലക്ട് ചെയ്യുക എന്നാണ് അല്ലേ? അപ്പോൾ ആദ്യം വരുന്നത് മാനേജർ സെലക്ഷനാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അത് ഏതൊക്കെയാവാം? എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ഒരു മാനേജറായി കഴിഞ്ഞാൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് ഇവൻറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഇവൻറ്റുകളെ പേര് കൊടുക്കുന്ന മാതിരി ഫസ്റ്റ് സ്റ്റേജ് ഇവൻറ്റുകളെ ഇവിടെ 3 പേരെ മാനേജേഴ്സ് ആക്കാം അല്ലേ? അപ്പോൾ B1 എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് അപ്പോയിൻറ്റഡ് ആസ് മാനേജർ. എക്സിനെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക, അപ്പോയിൻറ്റഡ് ആസ് മാനേജർ. അതിനെ ഞാൻ B1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. B2 എന്ന് പറഞ്ഞാൽ വൈ ഇസ് അപ്പോയിൻറ്റഡ് ആസ് മാനേജർ. B3 എന്ന് പറഞ്ഞാൽ സെഡ് ഇസ് അപ്പോയിൻറ്റഡ് ആസ് മാനേജർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഇവൻറ്റുകൾ, മാനേജേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ഇവൻറ്റിനെ നമ്മൾ എ എന്നാണ് പേര് കൊടുക്കുന്നത്. അതെന്താണ്? ഇൻട്രൊഡ്യൂസിങ് ബോണസ് സ്കീം. ഇൻട്രൊഡ്യൂസ് ബോണസ് സ്കീം അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ആദ്യം മാനേജർ ആവുന്നു, മാനേജർ ആയ ശേഷം ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്ന ഇവൻ്റാണ് എ. അപ്പോൾ നമ്മുടെ B1, B2, B3യും എയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിനുള്ള പ്രോബബിലിറ്റി എഴുതിയ. അപ്പോൾ പി ഓഫ് B1 എന്താണ്? അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ആദ്യം എക്സ് മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി 4/9, വൈ മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി 2/9, സെഡ് മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി 1/3 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? പി ഓഫ് B1 എക്സ് മാനേജർ ആവുക എന്നാണ്. ദാറ്റ് പ്രോബബിലിറ്റി ഈസ് 4/9. പിന്നെ പി ഓഫ് B2 എന്താണ്? പി ഓഫ് B2 എന്ന് പറഞ്ഞാൽ വൈ മാനേജർ ആവുക എന്നാണ്. അതിനുള്ള പ്രോബബിലിറ്റി പറഞ്ഞിരിക്കുന്നത് 2/9 ആണ്. ആൻഡ് പി ഓഫ് B3 നമുക്ക് നോക്കാം. B3 എന്ന് പറഞ്ഞാൽ സെഡ് മാനേജർ ആവുക, അതിനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദ പ്രോബബിലിറ്റീസ് ദാറ്റ് എ ബോണസ് സ്കീം വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇഫ് എക്സ്, വൈ ആൻഡ് സെഡ് ബിക്കം മാനേജേഴ്സ് ആർ 3/10, 1/2 ആൻഡ് 4/5. അതായത് ഈ 3/10 എന്ന് പറയുന്നത് എക്സ് ആണ് മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് എ ഗിവൺ B1 ആണ് തന്നിരിക്കുന്നത്. അതുമാതിരി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വൈ മാനേജർ ആയിട്ടുണ്ടെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് ദിസ് ഇസ് ആക്ച്വലി എ ഗിവൺ B2. ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഗിവൺ വൈ ഇസ് ദ മാനേജർ. അതേമാതിരി 4/5 എന്ന് പറയുന്നത് എന്താണ്? ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഗിവൺ സെഡ് ഇസ് അപ്പോയിൻറ്റഡ് ആസ് ദ മാനേജർ. അതായത് ഇത് പി ഓഫ് എ ഗിവൺ B3 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് എ ഗിവൺ B1 means bonus scheme is introduced when X is the manager, that is 3/10. പിന്നെ P of A given B2, that is bonus scheme is introduced when Y is appointed as manager, that is 1/2. And third one is bonus scheme is introduced, that is A given Z is the manager, that is equal to 4/5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവൻറ്റുകളെ നമ്മൾ പ്രോബബിലിറ്റീസിൻ്റെ വാല്യൂസായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോണസ് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം പഠിച്ചതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയടിക്ക് ആ പ്രോബബിലിറ്റി എഴുതാം. വാട്ട് ഈസ് പി ഓഫ് എ? പി ഓഫ് എ ഈസ് ഈക്വൽ ടു, അതായത് ബോണസ് സ്കീം എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ എക്സ് മാനേജർ ആവുക ആൻഡ് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? അങ്ങനെ എക്സ് മാനേജർ ആവുക ആൻഡ് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ വരാം. ഓർ വൈ മാനേജർ ആവുക ആൻഡ് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓർ സെഡ് മാനേജർ ആവുക ആൻഡ് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1. ഇത് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3. ഇങ്ങനെയാണ് കാണേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിനും പ്രോബബിലിറ്റി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 4/9 പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 3/10 പ്ലസ് ഇവിടെ 2/9 ഇൻറ്റു 1/2 പ്ലസ് 1/3 ഇൻറ്റു 4/5. ഇങ്ങനെയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവരെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് വരുന്ന ആൻസർ 69 ഡിവൈഡഡ് ബൈ 135 എന്ന് പറയുന്ന ആൻസറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് പി ഓഫ് എ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് ബോണസ് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ദ മാനേജർ. അപ്പോൾ സെഡ് മാനേജർ ആവാനുള്ളത് B3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് B3 ഗിവൺ എ ആണ്. അതായത് ബോണസ് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ മാനേജർ. അപ്പോൾ അതിനെ നമ്മളെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പി ഓഫ് B3 ഗിവൺ. ഇവിടെയാണ് നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബേസ് തിയറം എന്താണ്? പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3 ഡിവൈഡഡ് ബൈ പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1. അങ്ങനെയുള്ള എല്ലാ ടേമുകളും ഇവിടെ ആഡ് ചെയ്യാണ്. അവിടെ 3 ടേമുകളാണ് അപ്പോൾ ഉണ്ടാവുക. പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 പ്ലസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3. അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് B3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/3 ആണ്. 1/3 ഇൻറ്റു 4/5 എന്ന് വരും. ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെയാണ് നമ്മളിവിടെ കണ്ടുവച്ചിരിക്കുന്നത്. പി ഓഫ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് കണ്ടുവച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. ദറ്റ് ഈസ് 69/135. 69 ഡിവൈഡഡ് ബൈ 135 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് 4/15 ഡിവൈഡഡ് ബൈ 69 ഡിവൈഡ് ബൈ 135 എന്ന് വരും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 12/23 എന്നുള്ള ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ബേസ് തിയറംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള അടുത്ത പ്രോബ്ലമാണ് ഇവിടെ. ക്വസ്റ്റ്യൻ 3 മെഷീൻസ് ABC produce 60%, 30% and 10% respectively of the total production of a factory. അപ്പം 3 മെഷീൻസ് ഉണ്ട്. അവർ എത്രത്തോളമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60% ആണ്, 30% and C 10% പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് എ പ്രൊഡ്യൂസേഴ്സ് 2% ഡിഫക്റ്റീവ്സ്. അപ്പോൾ എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എത്ര ശതമാനം ഡിഫക്റ്റീവ്സ് ഉണ്ടാവും? 2% ഡിഫക്റ്റീവ്സ് ഉണ്ടാവും. ബി പ്രൊഡ്യൂസേഴ്സ് 3% ഡിഫക്റ്റീവ്സ്. അതായത് ബി എന്ന് പറഞ്ഞ മെഷീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ 3% ഡിഫക്റ്റീവ്സ് ആണ് ഉണ്ടാവുക. ആൻഡ് സി പ്രൊഡ്യൂസേഴ്സ് 4% ഡിഫക്റ്റീവ്സ് ഇൻ ദയർ ടോട്ടൽ പ്രൊഡക്ഷൻ. അല്ലേ? അപ്പം സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4% ഡിഫക്റ്റീവാണ് ഇൻ ദയർ പ്രൊഡക്ഷൻ. Full stop. An item is chosen randomly from the total production and it is found to be defective. What is the probability that it has come from machine A? Second question machine B. Third question machine C. അപ്പോൾ നമ്മൾ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ മെഷീനുകളും.
അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഓരോ ഐറ്റംസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റങ്ങൾ നോക്കിയപ്പം എ പ്രൊഡ്യൂസ് ചെയ്തതിൽ 2% ഡിഫക്റ്റീവ്സിനെ കാണുന്നുണ്ട്. ബി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 3% ഡിഫക്റ്റീവ്സ് ഉണ്ടാവുന്നത്. സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റങ്ങളിൽ 4% ഡിഫക്റ്റീവ്സിനെ കാണുന്നത്. അല്ലേ? അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഐറ്റം ഇസ് ചോസൺ റാൻഡംലി ഫ്രം ദ ടോട്ടൽ പ്രൊഡക്ഷൻ. നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മളൊരു ഐറ്റത്തിനെ സെലക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അപ്പോൾ നോക്കിയപ്പോൾ ഐറ്റം എന്തായിരുന്നു? ഡിഫക്റ്റീവ് ഐറ്റം ആയിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് കം ഫ്രം മെഷീൻ എ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. അടുത്തതിൽ മെഷീൻ ബി, മെഷീൻ സി വരും അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റിൽ 2 സെറ്റ് വാല്യൂസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ മെഷീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. അപ്പം നമ്മുടെ അടുത്ത് 3 മെഷീനുകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ ഐറ്റത്തിനെ എ എന്ന് പറയുന്ന മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 60% ഐറ്റത്തിനെയാണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബി പ്രൊഡ്യൂസ് ചെയ്യും. 30% ഐറ്റങ്ങളെയാണ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 10% ഐറ്റങ്ങളെ സിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് ആദ്യത്തെ ഘട്ടത്തിൽ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഡിഫക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്ത ശേഷമാണ് ഡിഫക്റ്റീവ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോ മെഷീനും പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ എത്രമാത്രം ഡിഫക്റ്റീവുകൾ ഉണ്ട് എന്നാണ് അടുത്ത സെറ്റ് തരുന്നത്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റം, രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഐറ്റം ഡിഫക്റ്റീവ് ആണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിഫക്റ്റീവുകൾ എത്രയുണ്ട്? 2% ഉണ്ട് എയിൽ, പിന്നെ ബിയിൽ 3% ഉണ്ട്, സിയിൽ 4% ഉണ്ട് എന്നുള്ള കണക്കൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ക്വസ്റ്റ്യനെ എങ്ങനെയാണ് മാറ്റേണ്ടത് നോക്കാം. അപ്പം നമുക്ക് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് അറിയാം. നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്? 2 സ്റ്റേജ് ആണ്. റാൻഡം എക്സ്പെരിമെൻ്റ് ഇസ് എ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻ്റ് അല്ലേ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേജസ് പ്രൊഡ്യൂസിങ് ആൻ ഐറ്റം അല്ലെ. ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഐറ്റം പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ആൻ ഐറ്റം ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അത് ഏതെങ്ങനെയൊക്കെ പറ്റാം അല്ലേ. ഒന്നില്ലെങ്കിൽ എ എന്ന് പറഞ്ഞ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന് ഞാൻ B1 എന്നാണ് പേര് കൊടുക്കുന്നത്. B1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ എ. ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ എന്ന് പറഞ്ഞ മെഷീനാണ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ ആദ്യ ഘട്ടത്തിലെ ഇവന്റുകൾക്ക് B1, B2, B3 എന്നാണ് പേര് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ B1 എന്ന് കൊടുക്കുന്നു. അടുത്തത് ഞാൻ B2 എന്ന് പേര് കൊടുക്കുന്നത് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് B3 എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നത് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സി എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇവന്റുകൾ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തത്. ഇനിയിപ്പം സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ നടത്തുന്ന ഇവന്റ് നമുക്കൊരു ഡിഫക്റ്റീവിനെ കിട്ടുകയാണ് അല്ലേ. ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ്. അപ്പോൾ എ എന്നുള്ള പേര് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എ ഒരു മെഷീൻ്റെ പേരായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് D എന്ന് കൊടുക്കാം. എന്താണ്? ഗെറ്റിംഗ് എൻ ഐറ്റം, ഡിഫക്റ്റീവ് ഐറ്റം. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റം കിട്ടുന്നതിനെ ഞാൻ D എന്ന് പറഞ്ഞിട്ടും കൊടുത്തു. അപ്പം നമുക്ക് 3 ഇവന്റുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇവന്റ്സ് B1, B2 ആൻഡ് B3. ആൻഡ് വി ഹാവ് എ സിംഗിൾ സെക്കൻഡ് സ്റ്റേജ് ഇവന്റ് വിച്ച് ഇസ് D, അതായത് ഐറ്റം ഇസ് ഡിഫക്റ്റീവ്. ഇങ്ങനെയാണ് നമുക്ക് ഓരോ ഇവന്റുകളും വരുന്നത്. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഈ ഇവന്റുകളുടെ ബേസിസിലുള്ള പ്രോബബിലിറ്റിയുടെ ടേംസിൽ എഴുതാൻ പോവുകയാണ് അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന മെഷീൻ എത്ര ശതമാനം ഐറ്റംസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 60% ഐറ്റത്തിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന മെഷീൻ 30% ഐറ്റത്തിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സി പറഞ്ഞ മെഷീൻ 10% ഐറ്റങ്ങളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് P of B1? P of B1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ എന്നാണ് അല്ല. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? എ 60% ഐറ്റത്തിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ P of B1 is 60/100 ആണ്, വിച്ച് ഇസ് 0.6. ഇനി അടുത്തത് P of B2 ആണ്. P of B2 എന്ന് പറഞ്ഞാൽ ദ ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി. മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 30% ഐറ്റമാണ്. അപ്പം ഒരു ഐറ്റം മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത 30/100 ആണ്, വിച്ച് ഇസ് 0.3. ഇനി അടുത്തത് P of B3 ആണ്. B3 എന്ന് പറഞ്ഞാൽ ദ ഐറ്റം ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സി. അപ്പോൾ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10% ഐറ്റങ്ങളാണ്. അപ്പോൾ 10/100, വിച്ച് ഇസ് 0.1. അപ്പോൾ നമുക്ക് P of B1, P of B2 ആൻഡ് P of B3യുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു.
പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജുകൾ ഒരു സെറ്റ് ഓഫ് പെർസെൻറ്റേജ് കൂടി കാണുന്നുണ്ട്. എ പ്രൊഡ്യൂസേഴ്സ് 2% ഡിഫക്റ്റീവ്, ബി പ്രൊഡ്യൂസേഴ്സ് 3% ഡിഫക്റ്റീവ്സ് ആൻഡ് സി പ്രൊഡ്യൂസേഴ്സ് 4% ഓഫ് ഡിഫക്റ്റീവ്സ് എന്ന് തന്നിട്ടുണ്ട്. അതായത് അത് തന്നിരിക്കുന്ന പ്രോബബിലിറ്റികൾ എന്താണ് കാണിക്കുന്നത്? ഒരു ഐറ്റം എ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഡിഫക്റ്റീവ് ഐറ്റം ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് പി ഓഫ് ഡി ഗിവൺ ബി1. അതിൻ്റെ അർത്ഥം എ എന്ന് പറഞ്ഞ മെഷീനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി അത് 2% ഡിഫക്റ്റീവുകളാണ് എ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. സോ ദ പ്രോബബിലിറ്റി ഈസ് 2/100 ഓർ 0.02. അടുത്തത് നമ്മൾ നോക്കുന്നത് പി ഓഫ് ഡി ഗിവൺ ബി2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ബി എന്ന് പറഞ്ഞ മെഷീനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെച്ചാൽ ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 3% ഡിഫക്റ്റീവ്സ് ആണ് എന്ന് പറഞ്ഞു. ദ പ്രോബബിലിറ്റി ഈസ് 3/100 ഓർ 0.03. അതേമാതിരി പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി3 ആണ് പിന്നെ തന്നിരിക്കുന്നത്. അതായത് മെഷീൻ സി ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെച്ചാൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 4/100 വിച്ച് ഇസ് ഈക്വൽ ടു 0.04. അപ്പോൾ ഇത്തരം പ്രോബബിലിറ്റീസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐറ്റം ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഒരു ഐറ്റം ഡിഫക്റ്റീവ് ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ. മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി1. ഈ പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദിസ് ഇസ് ആൻ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബേസ് തിയറമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസ് തിയറത്തിൽ ബി1 അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൽ ബി1ൻ്റെ ടേമാണ് വരാൻ പോകുന്നത്. പി ഓഫ് ബി1 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി1 അതാണ് മുകളിൽ വരാൻ പോകുന്നത്. ആൻഡ് ഡിനോമിനേറ്ററിൽ നമ്മൾ പറഞ്ഞ മാതിരി എല്ലാ ടേമുകളുടെയും സമ്മാണ് വരാൻ പോകുന്നത്. അവിടെ 2 ടേമുകളേ ഉള്ളൂ, 3 ടേമുകളായുള്ളൂ. എയും ബിയും സിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് പി ഓഫ് ബി1 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി1 പ്ലസ് പി ഓഫ് ബി2 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി2 ഉണ്ട്, പ്ലസ് പി ഓഫ് ബി3 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് എല്ലാ പ്രോബബിലിറ്റിയും നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ കൊടുക്കേണ്ട എല്ലാ പ്രോബബിലിറ്റിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരുന്നത് ഇന്ന പ്രോബബിലിറ്റി ആണെന്ന് മനസ്സിലാക്കൽ മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡിഫക്റ്റീവ് ആണ്, എ ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള മനസ്സിലാക്കിയതിന് നമ്മൾ പ്രോബബിലിറ്റി ലാംഗ്വേജിൽ എഴുതിയതാണ് പി ഓഫ് ഡി ഗിവൺ ബി1. അതായത് ഡിഫക്റ്റീവുകൾ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3% ഡിഫക്റ്റീവ്സ് ആണ് എന്ന് പറഞ്ഞപ്പം ബി പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ആ പ്രോബബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എല്ലാ വാല്യൂസും നമുക്കറിയാം, ഓരോന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് ബി1 ഇസ് 0.6 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി1 0.02 ഡിവൈഡഡ് ബൈ അതുമാതിരി 0.6 ഇൻറ്റു 0.02 പ്ലസ് പി ഓഫ് ബി2 എന്താണ് 0.3 ആണ്. 0.3 ഇൻറ്റു ദ പ്രോബബിലിറ്റി 0.03 പ്ലസ് പി ഓഫ് ബി3 ഈസ് 0.1 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി3 ഈസ് 0.04. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.48 എന്നുള്ളൊരു ആൻസറാണ് ഈ ഫസ്റ്റ് കേസിൽ കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ദ ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്. ഇനി അതേമാതിരി നമ്മൾ ഇതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഐറ്റം ഡിഫക്റ്റീവ് ആണ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി, അതായത് ബി2 ആണ് മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ബി2നെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. ന്യൂമറേറ്ററിൽ ബി2ൻ്റെ ടേംസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ പി ഓഫ് ബി2 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി2, താഴെ എല്ലാ ടേമുകളും പി ഓഫ് ബി1 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി1 പ്ലസ് പി ഓഫ് ബി2 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി2 പ്ലസ് പി ഓഫ് ബി3 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ ബി3.
ഇതാണ് ഡിനോമിനേറ്ററിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഓഫ് B2 ഈസ് 0.3 ഇൻറ്റു 0.03 പി ഓഫ് ഡി ഗിവൺ B2 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള ടേമുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ദറ്റ് ഈസ് 0.6 ഇൻറ്റു 0.02 പ്ലസ് 0.3 ഇൻറ്റു 0.03 പ്ലസ് 0.1 ഇൻറ്റു 0.04. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഇവിടെ 0.36 എന്ന് പറയുന്ന ആൻസറാണ്. സിമിലർലി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഡിഫക്റ്റീവ് ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സി. മെഷീൻ സി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ B3 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ B3യുടെ ടേംസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ അല്ലെങ്കിൽ ഡി ഗിവൺ B3. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിൽ എല്ലാ ടേംസും പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 പ്ലസ് പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2 പ്ലസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3 അല്ലേ. അപ്പോൾ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം B3 ആണ് വന്നിരിക്കുന്നത്. പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ B3 ദറ്റ് ഈസ് 0.1 ഇൻറ്റു 0.04 ഡിവൈഡഡ് ബൈ ഓരോ പി ഓഫ് B1 ഇൻറ്റു കറസ്പോണ്ടിങ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 0.6 ഇൻറ്റു പി ഓഫ് എ ഡി ആണ് കേട്ടോ. ഇവിടെ ഡി ആണ്, ഡികളാണ് വരുന്നത്. പി ഓഫ് ഡി ഗിവൺ B1 എന്ന് പറഞ്ഞാൽ 0.02 പ്ലസ് പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ B2 0.3 ഇൻറ്റു 0.03 പ്ലസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ B3 ദാറ്റ് ഈസ് 0.1 ഇൻറ്റു 0.04 എന്ന് വരുന്നു. അപ്പോൾ നമ്മളിവരെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.16 എന്ന് പറഞ്ഞൊരു ആൻസറാണ്.